ഹലോ ഗീസ്, അപ്പോൾ കോളേജ് ട്രാൻസ്ഫർ വഴി പോയ നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് നമ്മുടെ കോളേജിൽ പഠിച്ച റവാൻ വന്നായിരുന്നു. ഹോസ്റ്റൽ വെക്കേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ റവാൻ്റെ ഉമ്മയാണത്. അപ്പോൾ അവളുടെ കുറച്ച് ഇൻ്റർവ്യൂസ് നമ്മളെടുത്ത്, അപ്പോൾ അത് നമുക്ക് കാണാം. ഇൻ്റർവ്യൂസ് ഒന്നും അല്ല, ജസ്റ്റ് കോമഡിക്ക് എടുത്തതാണ്. കാണാം. ഇടുക്കി എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല വൈബുള്ള കോളേജാണ്, ക്ലൈമറ്റ് ഒക്കെ അടിപൊളിയാണ്. യാത്രാക്ഷീണം ഒഴിച്ചാൽ ബാക്കിയെല്ലാം സെറ്റാണ്. ഇവിടെ വരാനുള്ള ഒരു കഷ്ടപ്പാട് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഇവിടെ നൈസാണ്. നമ്മളെങ്ങനെയുണ്ട് ഫ്രണ്ട്സ് ഒക്കെ അടിപൊളിയാണ്. ഇപ്പോഴത്തെ പിന്നെ ഇവിടെ ഹോസ്റ്റല് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് തോന്നി, അത്ര ഒരു പ്രശ്നമുള്ളൂ. പക്ഷെ കുട്ടികളൊക്കെ വൈബാണ്. ഹോസ്റ്റലിലെ ഒരു സ്ട്രിക്ട്നെസ് ഒഴിച്ചാൽ ബാക്കിയെല്ലാം അടിപൊളിയാണ്. പിന്നെ ബേസിക് ആയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഈ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നുണ്ട്. പറഞ്ഞോ. എല്ലാവരുടെ ഒരു തെറ്റിദ്ധാരണയാണ് ഹിൽ വ്യൂസ് ഒക്കെ ഉള്ള കോളേജിൽ പഠിക്കുമ്പോൾ നല്ല പഠിക്കാനൊക്കെ തോന്നുന്നുള്ളത്. വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. ബിക്കോസ് എപ്പോഴും ഓർക്കാണ്, എനിക്കതേ തോന്നൂല. പിന്നെ ചൂട് സമയത്തൊക്കെ എനിക്ക് തോന്നുന്നത് ഒട്ടുമിക്ക എല്ലാ കുട്ടികളും ഇവിടെ തന്നെയാണ് നിൽക്കാറ്, അധികം വീട്ടിലേക്കൊന്നും പോകില്ല. നമുക്ക് സ്റ്റഡി ലീവിൻ്റെ ആ ഒരു ടൈമിലൊക്കെ നാട്ടിൽ ഭയങ്കര ചൂടായിരിക്കുമല്ലോ, അപ്പോൾ ഒരുവിധം എല്ലാ കുട്ടികളും ഇവിടെ നിൽക്കുക ചെയ്യുക. അപ്പോൾ പഠിക്കാനൊക്കെ ഒരു നല്ല എൻവയോൺമെൻ്റ് ആണ് ആ ഒരു ടൈമിലേക്ക്. എക്സാം ടൈം ആകുമ്പോൾ നമുക്ക് ആ ഒരു പ്രഷർ വരുന്നതുകൊണ്ട് ആ ഒരു ടൈമിലൊക്കെ പഠിക്കാൻ നല്ല രസമാണ്. അല്ലെങ്കിൽ എപ്പോഴും ഉറങ്ങാനാണ്. അപ്പോൾ ഗൈസ്, എന്നെക്കുറിച്ചുള്ള അഭിപ്രായം നമുക്ക് കേൾക്കാം. അശ്വിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വാക്കുകൾ കുറച്ച് കുറവാണ്. ഭയങ്കര സ്റ്റൈലിഷ് ആണ്. അതെ സ്റ്റൈലിഷ് ആണ്. അത് ഓൺലി എലസ്റ്റിക് അല്ലേ? എലസ്റ്റിക് നല്ല അടിപൊളിയാവുന്നില്ലേ? പിന്നെന്താ, ആള് ഭയങ്കര പാവാണ്. ട്രിവാൻഡ്രം സ്ലാങ് നല്ല രസമാണ് കേൾക്കാൻ. എന്താണ് ഒരു പ്രത്യേക വാക്ക് പറയോ? എന്തുവാ അത് ഹൈലൈറ്റ് ആണ്. പിന്നെ ആവുന്നില്ല. പിന്നെന്താ പറയണം?